ഹായ്, ലിസീസ് ഹോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുളക് കൊണ്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/4 കിലോ മുളക് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് ഞെട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് പച്ചമുളക് ഒന്ന് വാടി വരണം. അതിനുവേണ്ടി നമുക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് നിരത്തി കൊടുക്കാൻ പറ്റുന്ന ചൂടിലായിരിക്കണം പച്ചമുളക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരുപാട് എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇല്ല എങ്കിൽ ഇതൊന്ന് പൊട്ടിത്തുടങ്ങും. അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ചെറിയൊരു ഹോളുള്ള അടപ്പാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പച്ചമുളക് ദേ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഓയിൽ ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കെല്ലാം കോരിയെടുക്കാം. ഒട്ടും ഓയിൽ പാടില്ല. അതേ രീതിയിൽ വേണം കോരിയെടുക്കാൻ. ഇതുപോലെ ഹോളുള്ള തവിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓയിലില്ലാതെ തന്നെ കോരിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എല്ലാം ഇപ്പോൾ ദേ കോരിയെടുത്തിട്ടുണ്ട്. ഇതേ ഓയിലിൽ തന്നെ സവാള ഒരെണ്ണം നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇതേ 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. തണുക്കാൻ മാറ്റി വെച്ചാൽ നമ്മുടെ സവാളയും ഇഞ്ചിയും തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ദേ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതേ ഓയിലിൽ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ചൂടായി കിട്ടുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സവാളയുടെ ഇഞ്ചിയുടെയും പേസ്റ്റിനെ ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി നമ്മൾ വറുത്തിട്ട് അരച്ചത് കൊണ്ട് ഇതിൻ്റെ പച്ചമണമൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉലുവയുടെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ലാസ്റ്റ് മാത്രമേ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ ഒരു ചെറിയ കയ്പ്പ് വരും. അതുകൊണ്ടാണ്. ഇതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിന് വാളംപുളി 1 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ അരിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിൽ കിടന്ന് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് തിളയ്ക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ദേ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ പച്ച കുരുമുളക് കിട്ടുകയാണെങ്കിൽ അച്ചാറിടുക. അത് അടിപൊളി ഒരു ടേസ്റ്റ് തന്നെയാണ്. ദേ നമ്മുടെ മുളകിൻ്റെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. മുളക് അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചേർത്തത് കൊണ്ട് സാധാരണ കാണുന്ന അത്ര എരിവ് നമ്മുടെ മുളകിന് കാണത്തില്ല. എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ബൈ.